എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കപ്പ വെച്ചിട്ടാണ് കേട്ടോ ഒരു വിഭവം ഉണ്ടാക്കണേ. കപ്പപ്പുഴുക്കൊന്നും അല്ല, പാൽക്കപ്പ. എപ്പോഴും നമ്മൾ കപ്പപ്പുഴുക്കൊക്കെയാണ് ഞാൻ കഴിക്കാറുള്ളത്. അപ്പം ഞാൻ കുറച്ചായി പാൽക്കപ്പ കഴിച്ചു തുടങ്ങിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം 2 ചെറിയ കഷ്ണം കപ്പ ബാലൻസ് ഉണ്ടായിരുന്നപ്പോൾ വിചാരിച്ചു എന്നാൽ പാൽക്കപ്പ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അത് വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തി. നിങ്ങൾക്ക് ഇഷ്ടമാണോ പാൽക്കപ്പ? ഞാൻ കുറച്ച് നാളെ ആയുള്ളൂ പാൽക്കപ്പ കഴിച്ചു തുടങ്ങിയിട്ട്. അധികം നാളൊന്നും ആയില്ല. ഇത് ഒത്തിരി നാൾ മുന്നേ ഇറങ്ങിയതാണ്. റെസിപ്പീസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല ചൂടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഇറച്ചിക്കറിയുടെ കൂടെ പാൽക്കപ്പ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതിലേക്ക് ഞാനൊരു 350 ഗ്രാം എന്ന് പറയാം, അതായത് 1 കിലോയ്ക്ക് താഴെയായിട്ട് 2 ചെറിയ കഷ്ണം കപ്പയാണ്. അത് കൊത്തി നുറുക്കി നന്നായിട്ട് ഞാൻ കഴുകി മാറി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കുവാണ്. അവിടെ നിന്ന് വേകട്ടെ. ഒരു ഏകദേശം 10-15 മിനിറ്റ് എടുക്കുമായിരിക്കും. ഓരോ കപ്പയ്ക്കും ഓരോ വേവാണ്. അപ്പം അതിലേക്ക് അരപ്പിനായിട്ട് 5 ചുവന്നുള്ളി, 1 വെളുത്തുള്ളി, 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പയ്ക്ക് വേവ് ഞാൻ പറഞ്ഞല്ലോ, പല നാട്ടിലും പല കിട്ടുന്ന കപ്പയ്ക്ക് പല വേവാണെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഇതിന് ഏറ്റക്കുറച്ചിലുകളുണ്ടാകും വേവുന്ന സമയത്തിന്. എന്തായാലും നന്നായിട്ട് വെന്ത് കിട്ടണം, അതാണ് ഇതിൻ്റെ കണക്ക്. നമുക്ക് അരപ്പിനുള്ള സാധനങ്ങൾ ഞാൻ ഒന്നും കൂടെ പറയാം. ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. ചുവന്നുള്ളി 5 എണ്ണം ഉണ്ട്, 1 വെളുത്തുള്ളിയാണ്. അപ്പം അത് നന്നായിട്ട് ചതച്ചെടുക്കണം. നിങ്ങൾക്ക് ഇതൊരു ഇതുപോലെ ഇടികല്ലിനകത്ത് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടോ ഒന്ന് ക്രഷ് ചെയ്തോ എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഇടികല്ലിനകത്ത് ചതച്ച് എടുക്കുകയാണ് ചെയ്തത്. എനിക്ക് കൂടുതലും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചതച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഇടികല്ലിൽ ചതച്ചെടുക്കുന്നതാണ് കൂടുതലും ഇഷ്ടം. അതുകൊണ്ടാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ സന്ദർഭവും നിങ്ങൾക്ക് ഉള്ള അവസരങ്ങളും അനുസരിച്ചാണ്, നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ചാണ് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളായിട്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. അപ്പം അതിനകത്ത് കപ്പ ഞാൻ പറഞ്ഞല്ലോ, കപ്പ വെള്ളമെല്ലാം പോയി ഞാനത് പാനിനകത്തേക്ക് ഇട്ട് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തേ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ടൊന്ന് കപ്പ ഉടച്ചുടച്ച് പോകുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് നമുക്ക് അത് പേസ്റ്റാക്കി കിട്ടണ്ട, പക്ഷെ ഒന്ന് ഉടച്ചുടച്ച് പോകണം, അതാണ് ഇത്. ചില കപ്പ നന്നായിട്ട് നമുക്ക് ഉടയ്ക്കാൻ പറ്റും, ചിലത് കുറച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് നമ്മുടെ എന്തെങ്കിലും തവി വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കേണ്ടി വരും. ചിലത് വേഗമ്പളെ ഉടഞ്ഞു പോകും. എൻ്റെ വേഗമ്പളെ ഉടയുന്ന കപ്പയല്ല, കുറച്ച് നമ്മളിതുപോലെ ഉടച്ചുടച്ച് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്, സ്പൂൺ വെച്ചിട്ട്. സ്പൂണല്ല, തവി വെച്ചിട്ട്. അപ്പം അത് ഓരോരുത്തരുടെ കപ്പയുടെ അനുസരിച്ചാട്ടോ, വേവിൻ്റെ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ പാൽക്കപ്പ. അധികം സാധനങ്ങളൊന്നും വേണ്ട, നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടോടെ കഴിക്കാനും നല്ലതാണ്. ഞാനൊന്ന് ചൂടാറിയതിന് ശേഷം എനിക്കൊന്നുകൂടെ കഴിയും കൂടുതൽ ഇഷ്ടമാണ്. ആ ഒരു എരിവിനകത്ത് കിടന്നിട്ടേ നല്ലതാണ്. ഈ പാൽക്കപ്പ, പിടി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല എരിവുള്ള ഇറച്ചിക്കറിയുടെ കൂടെ കഴിക്കാൻ നല്ല. ഈ പാൽക്കപ്പ എന്ന് പറയുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള ഇറച്ചിക്കറി. അത് ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും നല്ല. കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നത് ബീഫ് കറി ആയിട്ട് കഴിക്കാനാണ് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണേ. നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ തേങ്ങാപ്പാലിനകത്താണല്ലോ ഇത് വെന്ത് വരുന്നത്, അതിനാണല്ലോ പാൽക്കപ്പ എന്ന് പറയുന്നത്. പക്ഷേ കപ്പപ്പുഴുക്കും അതും നമ്മുടെ ഫേവറേറ്റ് സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം 1 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ച്, അത് 2ാം പാലോ 1ാം പാലൊന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റ തവണ നിങ്ങൾ പാലെടുത്താൽ മതി. ഞാൻ 1 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചെടുത്തിരിക്കുന്നത്. നല്ല തിക്കായിട്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നല്ല കട്ടിക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് എടുത്തേ. സാധാരണ നമ്മൾ പാലൊഴിച്ച് കൊടുക്കുമ്പോഴേ 1ാം പാൽ 2ാം പാൽ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതിൽ അങ്ങനത്തെ ഒന്നുമില്ല, 1 തവണ ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ പാലൊക്കെ ഒഴിച്ച് കൊടുത്ത് കപ്പ ബാലൻസ് ഉള്ളതും കൂടെ ഒന്ന് സ്മാഷ് ചെയ്ത് എടുക്കുവാണേ. അപ്പോൾ നമ്മളിത് പാല് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇരിക്കും തോറും ഇത് കുറുകി വരും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പാലെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് കപ്പ നന്നായിട്ട് ഇളക്കി കൊടുക്കണം തോന്നും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം തീ ഒന്ന് കുറച്ചു കേട്ടോ. തീ നന്നായിട്ട് കുറച്ചിട്ടിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പാലല്ലേ പെട്ടെന്ന് ഇത് കുറുകുന്ന സമയം കൂടെ ആകുമ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഫ്ലെയിം എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, ഓവർ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് തീ കുറച്ചിട്ടിട്ട് സിമ്മിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇത് സിം ടു മീഡിയം ഫ്ലെയിമിൽ നിങ്ങൾക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം.
നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രത്തിൻ്റെയും തീയുടെ എല്ലാം ഇതനുസരിച്ചിരിക്കും. അപ്പം ഞാനത് പാൽക്കപ്പ ആയെന്ന് പറഞ്ഞല്ലോ, അതായത് തേങ്ങാപ്പാലിനകത്ത് കപ്പ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമ്മൾ ചെയ്യുന്നത് പാനെടുത്ത് വെച്ചു. സെയിം പാൻ തന്നെ കഴുകിയെടുത്ത് വെച്ചതാണ് കേട്ടോ. അതിനകത്തേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. അപ്പം അതിന് ഇച്ചിരി സമയം പിടിക്കും. കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ കടുകിട്ട് കൊടുക്കുവാണ് കേട്ടോ. അത് നമുക്ക് താളിപ്പിന് ആവശ്യമായിട്ടുള്ളതാണ്. അതായത് പാൽക്കപ്പ ഓൾറെഡി റെഡിയായി. അതായത് കപ്പ വേവിച്ച് വെക്കുക. കപ്പ വെന്തതിന് ശേഷം നമ്മൾ അരപ്പിനായിട്ട് ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടിട്ട് നന്നായി ചതച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി എടുക്കുക. അത് മിക്സ് ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് പാല് ചേർത്ത് കൊടുക്കുക. പാലിനകത്ത് 2-3 മിനിറ്റ് അത് കിടന്നൊന്ന് വെന്ത് വരുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് മാറ്റി വെക്കുക. ഇനി നമുക്ക് താളിപ്പിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. എണ്ണ ഒഴിച്ചു, കടുകിട്ടു, ചുവന്ന മുളക് ഇട്ടു. അത് ഞാൻ ചുവന്നുള്ളിയാണ് ഇട്ടിട്ട് കൊടുത്തത്. അത് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. അത് ബ്രൗൺ കളർ ആയപ്പോഴത്തേക്കും വറ്റൽ മുളക് ഇട്ട് കൊടുത്തു. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു. നന്നായിട്ട് അത് മിക്സായി വന്നപ്പോഴത്തേക്കും ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പ, അതായത് തേങ്ങാപ്പാനകത്ത് വേവിച്ച കപ്പയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണേ. ഇത്രയും പരിപാടിയേ ഉള്ളൂ. പാൽക്കപ്പ റെഡി എന്ന് പറയാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമോ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും മിക്ക ആൾക്കാരും അല്ലേ? അഥവാ കഴിച്ചിട്ടില്ലാത്ത ആൾക്കാർക്കൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കഴിച്ചിട്ടുള്ളവർക്കും ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇറച്ചിക്കറിയുടെ കൂടെയൊക്കെ നന്നായി കഴിക്കാൻ നല്ലതല്ലേ. ഞാൻ പറഞ്ഞല്ലോ, തേങ്ങാപ്പാലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പാലിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തിക്കായി വരുന്നു. അത് നോക്കിക്കേ, നല്ല കട്ടിയായി വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ തീ പിന്നെയും ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി കുക്കായി വെന്തെല്ലാം ഇരിക്കുന്നതാണ്. നമ്മൾ താളിപ്പെല്ലാം ഇട്ടു. അതിന് ശേഷമാണ് വീണ്ടും ഇളക്കി കൊടുക്കുന്നത്. ഇഷ്ടമല്ലേ? നിങ്ങളൊന്ന് ഒരിക്കലെങ്കിലും നിങ്ങളുടെ ലൈഫിലൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട വിഭവങ്ങളിലൊന്നാണ് കേട്ടോ പാൽക്കപ്പ. നോക്കിയേ, പാൽക്കപ്പ ഞാൻ സെർവിംഗ് ബൗളിലേക്ക് മാറ്റി. പെട്ടെന്നായില്ലേ? അതെ, നിങ്ങൾ ഇനി ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇടയ്ക്കൊക്കെ കൊതി വരുമ്പോഴത്തേക്കും കഴിക്കാനൊക്കെ നല്ല വിഭവമാണ് കേട്ടോ. അതിന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. അപ്പം നിങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് ഈസി ആണല്ലോ. അധികം സമയത്തിനൊന്നും ആവശ്യമില്ല. ആകെ സമയം പോകുന്നത് കപ്പ വേവിക്കാൻ എടുക്കുന്ന സമയം. അപ്പം നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. പെട്ടെന്നാവത്തില്ലേ? നിങ്ങൾക്ക് സർപ്രൈസ് കൊടുക്കാനോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ ഞെട്ടിക്കാനോ ഒക്കെ പറ്റിയ വിഭവമാണ്. എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷം തോന്നുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയല്ലോ അല്ലേ? അപ്പം എന്തായാലും കൂടുതൽ റെസിപ്പീസുമായിട്ട് കൂടുതൽ വിഭവങ്ങളുമായിട്ട് മുന്നോട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾക്ക് ഇനി കാണാൻ ആഗ്രഹിക്കുന്ന റെസിപ്പീസ് നമ്മളോട് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഇനി ഞങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, കൂടുതൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം, അങ്ങനെ നിർദ്ദേശങ്ങൾ കാര്യങ്ങൾ എല്ലാം പറയാം കേട്ടോ. അത് നിങ്ങൾ മടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് അത് കൂടുതൽ നല്ലതാണെന്ന് പറയുന്നു. എന്തായാലും കൂടുതൽ വിഭവങ്ങൾക്കായി കാത്തിരിക്കുക. കൂടുതൽ റെസിപ്പീസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, സ്റ്റേ ട്യൂൺ.